വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നസീർക്ക, വിനീഷ് താമരശ്ശേരി എന്ന് പറയുമ്പോൾ ആദ്യം ഈ താമരശ്ശേരി എന്ന് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരിക? താമരശ്ശേരി ചോര. അതെല്ലാരും പറയാറുണ്ടോ അങ്ങനെയൊക്കെ? പറയാറുണ്ട് ഉണ്ടല്ലേ? എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ജാഫർക്കയുടെ വോയിസാണ്. എന്നാന്ന് കേൾക്കണല്ലോ. ജാഫർക്ക ഈ വേദിയിൽ വന്നാൽ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വിശേഷോ സുന്ദരോ വിശേഷോ? കോമഡി മാസ്റ്റേഴ്സ് വന്നതിൽ വളരെ സന്തോഷം. ഡയറക്ടർക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇതൊരു ഞെട്ടിക്കല. ഇതൊരു ഞെട്ടിക്കല. നെക്സ്റ്റ് വൺ ആരാണ്? നെക്സ്റ്റ് വൺ നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് സാറിന്റെ അതുപോലെ നോർമൽ ആയിട്ടെങ്കിൽ സംസാരിച്ചാൽ മതിയല്ലോ. എന്നാലും അതിന്റെ ഒരു ശൈലി ഉണ്ടാവും. നാദർഷക്കയോട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ് സിദ്ദിഖ് സാർ. എന്തുകൊണ്ടാണ് നാദർഷ ഒരു സ്റ്റാർ ആവാതിരുന്നത്? മലയാള സിനിമയിൽ ദിലീപിനെയും കലാഭവൻ മണിയെയും റിമി ടോമിയെയും എല്ലാം സിനിമയിൽ എത്തിച്ചു. എന്തുകൊണ്ടാണ് നാദർഷ ഒരു സ്റ്റാർ ആവാതിരുന്നത്? അതിന് നല്ലൊരു മറുപടി സലീം കുമാർ പറഞ്ഞത് ഭയങ്കര വൈറലായതാണ്. ആ മറുപടി സലീം കുമാർ എന്ന് പറയട്ടെ. ഒരിക്കൽ പറഞ്ഞതാണ് ഈ മറുപടി. സിദ്ദിഖ് നാദർഷനോടും ഞാനും ഉണ്ട് ആ സമയത്ത്. അന്ന് ഞാനിങ്ങനെ ആട്ടോ വെറുതെ ചുമ്മാ പറഞ്ഞു പോയതാണത്. അതിപ്പോ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നാദർഷ എന്ന് വെച്ചാൽ ഒരുപാട് പേരെ സിനിമയിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോ ഈ തുമ്പയിൽ നിന്നും ഒരുപാട് റോക്കറ്റ് ആകാശത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ തുമ്പ അവർ തന്നെ കെടുക്കുക. തുമ്പ ഒരിക്കലും മേപ്പോട്ട് പോകില്ല. എത്ര വൈറലായാലും നമുക്ക് വീണ്ടും സലീമായിട്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സുഖം വേറെയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ അജു വർഗീസ് സാറിന്റെ വോയിസ്. ഈ വോയിസിന് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലേ? എന്റെ പൊന്ന് വിനോദേ, നിന്റെ ആശയുടെ കണ്ണും മുഖം കാണാൻ ഞാൻ ഇവിടുന്ന് കാണാനാ? അല്ല പിന്നെ ബ്ലഡി ഫുൾ. ഇനി ഒരു നാദർഷക്കയുടെ അതുപോലെ തന്നെ ദിലീപ് ഏട്ടന്റെ ഒരു ഫിഗർ ഷോ ഉണ്ട്. ഫിഗർ ഷോ അവനെ എന്തൊക്കെ മോഡിഫൈ ചെയ്യുന്നു നോക്കട്ടെ. രൂപത്തിലേക്ക് നീ വലിയ സുന്ദരനൊന്നും ആവണ്ടാ. അതെ അതെ, നമുക്കത് കാണാം. ഓക്കെ, റെഡി. ഒരു ലാൽ സലാം പറയാൻ തോന്നുന്നുണ്ടോ സഖാവേ? പഴയ സോപ്പൂട്ടി സിനിമാ കഥയിൽ അച്ഛനു വേണ്ടിയുള്ള മകന്റെ പ്രതികാരം മാത്രമായിരുന്നില്ല. സ്മാരകങ്ങളും രക്തസാക്ഷി ദിനങ്ങളും ഉണ്ടാക്കാൻ ഇനിയൊരു മോഹനൻ വേണ്ട. ഉന്മൂലനം. ഇവനെ പോലുള്ളവന്റെ ഉന്മൂലനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനും കമ്മ്യൂണിസ്റ്റാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഇങ്ങനൊരു വേദിയിൽ നിൽക്കാനായിട്ട് വീണ്ടും ഭാഗ്യം ലഭിച്ചതിന് സർവശക്തന് ഞാൻ നന്ദി പറയുന്നു. നല്ലായിരുന്നു. പാട്ട് പാടുമ്പോൾ ചില മാനറിസംസ് ഒക്കെ പക്കയായിട്ടുണ്ടായിരുന്നു. അതെ അതെ, എനിക്ക് എൻ്റെ കോലം കണ്ടേക്കുന്നത് ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ടി വിയിലും മറ്റേ വീഡിയോ കാസറ്റ്സിലും അല്ലേ ഞാൻ എന്താ ചെയ്യുന്നത്. വിനു ശങ്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫിഗർ. പിന്നെ വിനീഷാണ്. വിനീഷിന് ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ലതാണ് വിനീഷ്. താങ്ക് യു സർ. സന്തോഷം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ചാനലിൽ വരിക, സാറിൻ്റെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യാം എന്നുള്ളത്. ചാനലിൽ അങ്ങനെ ഒരു അവസരം ഒരുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു വേദിയിലും ഇങ്ങനെ ഒരു ഫ്ലോറിൽ നിന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മിമിക്രി കോമ്പറ്റീഷനിലും അതുപോലെ തന്നെ ഫിഗർ ഷോയിലും കയറി വരുന്നത്. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വേദി തന്നെയാണ്, അതിനൊരു സെഗ്മെന്റ് തന്നെയാണ് നമ്മുടെ അമൃത TV കോമഡി മാസ്റ്റേഴ്സ് ഒരുക്കിയിരിക്കുന്ന താരവിളയാട്ടം. ഹാപ്പി ആയി അല്ലേ? ഹാപ്പി. സലിമേട്ടാ? വിനീഷേ, വളരെ നന്നായിട്ടുണ്ട് എടുത്തെല്ലാനും. എല്ലാ ശബ്ദാനുകരണമായാലും അതേപോലെ തന്നെ ഈ
അനുകരണമായാലും ഒക്കെ ഫിഗർ ഷോ അതെ ഫിഗർ ഷോ ആയാലും ഒക്കെ എല്ലാം ഫിഗർ ഷോ 2 ചെയ്തത് 2 നടന്മാരുന്നതിലുപരിയായിട്ട് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ്. അതെ. അപ്പോ 2 നന്നായിട്ടുണ്ട്. സന്തോഷം. പക്ഷെ നാദർഷക്ക് ഇത്തിരി പൊക്കം കൂടി പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഞാൻ സാറ് വരുമ്പോ നോക്കിയിരുന്നു ഹൈറ്റ് കറക്റ്റ് ആണ് അതിനടുത്ത് നിന്നിട്ട് നിക്കും നോക്കിയായിരുന്നോ? വരെ എന്നാ ഇപ്പൊ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. അതെ ആ അതാണ് നല്ലത്. അതാണ് അതാണ് ആ കണ്ടാ ഇപ്പൊ കണ്ടോ നാശയ്ക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാ. കൂടുതലാണ് എന്താടാ, നീ എന്തിനാണ് ഇങ്ങനെ എന്തിനാ അല്ല, അങ്ങനെ അവനെ എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് മാത്രം അവനെ കൊണ്ടു നിർത്തിയേക്കണാണ്. അല്ല ഇതെനിക്ക് പോകും എന്ന് ഞാൻ നസീറിനോട് ബെറ്റ് കയറ്റി. നസീറിനോട് നസീറെ 1000 രൂപ വെച്ച് ഞാൻ നാദർഷനോടെ കൊണ്ടുവരാക്കാന്ന് പറഞ്ഞു. അപ്പൊ നാദർ പറഞ്ഞു ഒറ്റ മിനിറ്റാ. അപ്പൊ നസീർ പറഞ്ഞു അങ്ങനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയി കാണിപ്പിച്ചു തരാം. അതിനു വേണ്ടി 1000 രൂപ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവന് പൊക്കം കൂടുതലാണ് പോയി 1000 രൂപ. ഇപ്പൊ മനസ്സിലായോ സലീമേട്ടനെ നമ്മൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് മനസ്സിലായില്ലേ? നാശയ്ക്ക് കിട്ട് പണി കൊടുക്കാൻ. അതെ 1000 രൂപ. 1000 രൂപ നിനക്ക് കിട്ടിയോ? ആ ഞാൻ ശരി. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് അതൊക്കെ പോയാൽ ശരി. അല്ലേ? പിന്നെ? നസീർക്കയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് അതൊക്കെ പോവാമേ. ഓക്കെ നസീറിന് എന്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അടുത്തടുത്ത് നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഇതൊരു ഭയങ്കര എന്താ പറയാ ഒരു ഭാഗ്യം കൂടിയല്ലേ, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കലാകാരനോടൊപ്പം അതെ, ഒരേ തൊട്ടടുത്ത് വേദിയിൽ നിൽക്കാം. നിൽക്കുക എന്ന് പറയുന്നത് അങ്ങനെ അനുകരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലേ? Exactly. നമ്മളെ മറ്റുള്ളവർ അനുകരിക്കുക എന്ന് പറയുന്നല്ലേ. ബിനീഷ് നന്നായിരുന്നു. എനിക്ക് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയത് ഇപ്പൊ ഈ ഫിഗറിലൊന്നും അല്ല, അതിനേക്കാളുപരി ജാഫർ ഖായുടെ സൗണ്ട്. ജാഫർ ഖാൻ ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത് എങ്ങനെ അറിയാമോ? ജാഫർ ഖായുടെ വോയിസ് കേട്ടാൽ നമുക്ക് ഒരിക്കലും എന്നെ ഫർഗീസേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാന്ന് തോന്നൂല. ജാഫർ ഖാൻ ഞെട്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വന്നിട്ട് എന്നാ പറഞ്ഞേ ഇങ്ങനെയൊക്കെ വന്നിട്ട് അടിച്ചതാരാടാ നിന്നെ എന്ന് പറഞ്ഞു നമ്മൾ കാണാത്തൊരു ശബ്ദമാണ്. എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വിനീഷ് ഈ പറഞ്ഞ പോലെ ജാഫർ ഖാൻ നന്നായിരുന്നു. നസീർക്ക് സ്പോട്ട് ഡബിൽ വീണ്ടും ആ ഇമിറ്റേഷനും കൂടി ഇവിടെ നടത്തിയിരിക്കുകയാണ് അല്ലേ? നന്നായിരുന്നു. ദിലീപേട്ടനെ ചെയ്തതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പല ആംഗിളിലും നല്ല ഷേപ്പ് ഉണ്ടെങ്കിലും ദിലീപേട്ടൻ്റെ കുറച്ച് മാനറിസങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റൈല്, കൈയെടുക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. താങ്ക് യു സർ. ചെറിയ ചെറിയ ടിപ്സ് ആണല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ചേട്ടനോ അനിയനെ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് കുഴപ്പമില്ല. ഒന്നുമില്ല. ഒന്നും പറയുന്നില്ലേ? 1000 രൂപയുടെ കഴിഞ്ഞോട്ട് ഞാൻ ഇനിയൊന്നും പറഞ്ഞില്ല. അത് പറയാ എന്തോ പറയാൻ വന്നു. അവനെ കൊണ്ട് ഒന്നും പറയിപ്പിക്കല്ലോ. വേണ്ടല്ലേ? വേണ്ട.